മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ആരോപണത്തിൽ CPIM ഇടപെടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ.ബി. ഗണേഷ് കുമാറിനോട് സംസാരിക്കും. LDF നേതൃത്വവും ഇടപെടുമെന്നാണ് വിവരം. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ പരാതിയിൽ പോലീസ് ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇടപെടണമായിരുന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പോലീസിനെ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ലാതൊക്കെ വിളിച്ചു പറയാം. അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ചു പറയാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സംരക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റാണുള്ളത്. അതിൽ വളരെ നീതിയുക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുന്ന രീതിയാണ് നമ്മുടെ സർക്കാരിനുള്ളത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശ്രീജിത്ത്, സമാനമായ സംഭവങ്ങളിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ MLA-മാർക്കെതിരെയൊക്കെ ആരോപണം വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി വ്യക്തിപരമായി പോലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വന്തം പാളയത്തിന് നേരെ ആരോപണം വരുമ്പോഴും ആ നിലപാട് തുടരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? അസിത, ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സർക്കാരും LDF നേരിടുന്ന പ്രധാന പ്രതിസന്ധി തന്നെ അസിത സൂചിപ്പിച്ചതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള പ്രതിപക്ഷ MLA-മാർക്കെതിരെ ആരോപണം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ കാണിച്ച താല്പര്യം ഗണേഷ് കുമാറിന്റെ ഭാര്യ ഉന്നയിച്ച വിഷയങ്ങളിലുണ്ടോ എന്നതാണ് സർക്കാരിനെതിരെ ഉയരുന്ന ചോദ്യം. ഇപ്പോൾ ഇതുവരെ അത്തരമൊരു നടപടി സ്വീകരിച്ചതായി നമുക്ക് വിവരങ്ങളില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒപ്പം തന്നെ LDF-ഉം ഒക്കെ ഈ വിഷയത്തിന്റെ സംഭവ വികാസങ്ങളെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ട് എന്ന കാര്യമാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ഈ സർക്കാരിന്റെ പോലീസിനെ അറിയിക്കേണ്ട നമ്പറിൽ വിളിച്ച് 112 വിളിച്ച് പോലീസിനെ വരുത്തിയെങ്കിലും അവർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല. മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ സ്റ്റാഫ് അംഗങ്ങളും മറ്റും ശ്രമിച്ചപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നടപടിയെടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി. മന്ത്രിയുടെ പത്നിക്ക് പോലും പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെ നീതി കിട്ടുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നടപടിയെടുക്കേണ്ട, പ്രതികരിക്കേണ്ട നിർബന്ധിതമായ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമല്ല. എന്തായാലും LDF നേതാക്കൾ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന കാര്യം ഗണേഷ് കുമാറിനോട് ചോദിച്ചറിയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറിനോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തിയേക്കും. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൂടി ഈ കാര്യത്തിൽ വലിച്ചു ഇഴക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ എന്ന് മാധ്യമങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കും മേലും സമ്മർദ്ദമുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.